തെന്നലായി മഴയായി ഇടിവെട്ടായി ഇത്രയും വലിയ ചോദ്യത്തിന് ചെറിയ ഉത്തരം. എഡിറ്റർ അല്ലേ? മേലെ എഴുതരുതട്ടോ അങ്ങനെ. എനിക്ക് ഒരു അക്ഷരം മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. കരിക്ക് കഴിക്കുന്നു, എനിക്ക് മാമ്പഴം വേണം, എനിക്ക് തളർച്ചയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം കിട്ടുമോ ഇതിങ്ങനെയല്ല വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെയല്ലേ? ഇനി മേലെ അങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാൻ ഈ 3-4 സ്ത്രീകളെയൊക്കെ സെറ്റിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അതിന്റെ ഒരു ഐഡിയ എന്നൊക്കെ പറയാം. പക്ഷെ അല്ല, പണ്ടൊക്കെ നമുക്ക് നാണക്കേട്, അച്ഛനും അമ്മയും വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി ഓടുക. എങ്കിൽ മെസ്സേജ് ഫോർ ദി ഓഡിയൻസ് ഇത് 18+ ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉള്ളിൽ വെച്ചുകൊണ്ട്, കാരണം അത് പറയേണ്ടത് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ദാറ്റ് ഇസ് മഞ്ജു വാര്യർ. ഒരു സാധനം പഠിക്കില്ല, പക്ഷെ ഒക്കെ ഇവിടെ ഉണ്ടാവും. ടീം ഫുട്ടേജ് വെൽക്കം. താങ്ക് യു ചേച്ചി. ആദ്യം തന്നെ ഞാൻ റൈറ്ററിന് തുടങ്ങട്ടെ. ഷബ്ന, ഇങ്ങനെ ഒരു ഫൗണ്ട് ഫുട്ടേജ് ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ലൈനും അതിൽ കുറച്ച് ഒരു എന്താ പറയുക എക്സ്പ്ലിസിറ്റ് കണ്ടന്റും വരാനായിട്ട് അതിൽ ആ ഒരു ഐഡിയ എങ്ങനെയാണ് ആദ്യം? ഇതിന്റെ ഫൗണ്ട് ഫുട്ടേജ് ഓണറിൽ കഥ പറയണമെന്നും അതിന്റെ ഐഡിയയും എല്ലാം സൈജുവിന്റെയാണ്. അപ്പൊ പിന്നെ എനിക്കത് അവകാശപ്പെടാൻ പറ്റില്ല. വേണമെങ്കിൽ പിന്നെ പറയാം അതിന്റെ ഒരു ഐഡിയ എന്നൊക്കെ പറയാം. പക്ഷെ അല്ല ഇങ്ങനത്തെ ജോണർ പിടിക്കുമ്പോൾ തന്നെ അത് വളരെയധികം കേരളത്തിലായിരിക്കും കണ്ടിട്ടേ നമ്മൾ ദാറ്റ് ബ്ലെയർ പ്രോജക്റ്റ് റൈറ്റ്, അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും. അതല്ലെങ്കിൽ റീഇൻകാർണേഷൻ, അങ്ങനത്തെ കുറേ സിനിമകൾ നമ്മുടെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ദ മിസ്സിംഗ് ഈസ് ഓൾസോ ഫൗണ്ട് ഫുട്ടേജ് കൈൻഡ് ഓഫ് എ ഫിലിം. മലയാളത്തിൽ ഇങ്ങനെ ഒരു ആൻഡ് യു ഹാവ് ബീൻ വിത്ത് എഡിറ്റിംഗ് ആൻഡ് പല സിനിമകളുടെയും ഭാഗമായിട്ടിരിക്കുമ്പോൾ ഇതിലേക്ക് എത്തുമ്പോൾ വാട്ട് വാസ് യുവർ ഡിസിഷൻ ടു സ്റ്റാർട്ട് വിത്ത് ഓക്കെ ഫൈൻ ലെറ്റ് വി ഡു സംതിങ് ഓൺ ഫുട്ടേജ് ബേസ്ഡ്? പുതിയൊരു ഐഡിയയുമായിട്ട് തുടങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പുതിയതല്ല, ഒരു സിനിമ ചെയ്യുന്ന നേരത്ത് അധികം ആരും ചെയ്യാത്തതും കേൾക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കഥകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ എനിക്കൊരു അങ്ങനെ ആ രീതിയിലൊരു ഭയങ്കര ഡിഫറെൻറ്റ് സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെ ഓൺ ഫുട്ടേജ് ചെയ്യാമെന്ന് തോന്നിയത്. ആൻഡ് ഇതിൽ മഞ്ജു വാരിലേക്ക് എത്തുമ്പോൾ മഞ്ജുവിന് ഇതിലൊരു ട്രെയിലറും ടീസറും കണ്ടതിൽ കൊണ്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചെങ്കിൽ ഒരു ചെറിയൊരു ഗ്രേ സൈഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഹൗ വാസ് യുവർ തിങ്? ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇദ്ദേഹം ഒരു ടെക്സ്റ്റ് ചെയ്തു, ചേച്ചി എൻ്റെ അടുത്ത പടം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഫുട്ടേജാണ്, അതിൻ്റെ ഈ ഒരു ഏരിയ വരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. ഞാൻ കുറേ ഐഡിയ നമ്മൾ ഇങ്ങനെ ചെയ്യാം, ഇൻ്റർവ്യൂ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവസാനം നമ്മളിവിടെ ഇരിക്കുന്നു. സോ ഹൗ വാസ് ദാറ്റ്? എനിക്ക് ഇത് ഐഡിയ ആദ്യം പറയുന്നത് ഷെബുവും സൈജുവും ഞങ്ങൾ ഒന്നിച്ച് മീറ്റ് ചെയ്തപ്പോഴാണ്. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ചേച്ചിക്ക് അതിലത്തെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമ്മൾ സാധാരണ ഡിഫറെൻ്റ് ആണ് എന്ന അവകാശം എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണല്ലോ വ്യത്യസ്തത. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് വ്യത്യസ്തമായിട്ട് തന്നെ തോന്നി. ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണിത് മേക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഇവരുടെ ഒരു ഐഡിയ കേട്ടപ്പോഴും ഒരു ജോണർ തന്നെ മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോയെന്നും എനിക്ക് എൻ്റെ അറിവില്ലായ്മയായിരിക്കാം, ഇല്ലയെന്നാണ്. ഞാൻ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ ഒരു ഫിലിമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഈ ഫൗണ്ട് ഫുട്ടേജ് രീതിയിൽ ഇല്ല. അപ്പോൾ എനിക്കും അതിലൊരു ഭാഗമാവാൻ പറ്റുകയെന്ന് പറയുന്നത് അതൊരു അസുലഭ അവസരമായിട്ട് എനിക്ക് തോന്നി. ഫൗണ്ട് ഫുട്ടേജിന്റെ ഈ ഒരു ജോണറിൽ വരുമ്പോൾ ഇങ്ങനത്തെ സിനിമ എല്ലാവർക്കും പുതുതായിട്ട്, താങ്കൾക്ക് അതിൽ ഡബിൾ പുതിയതാണ്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം ഈ അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ഉണ്ടാവില്ല, ഈ ഫുട്ടേജ് ഭാഗമാണ്, അതൊന്ന് പറയും. വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മനസ്സിലാകാൻ തന്നെ. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞ കാര്യം ഇറ്റ് ടുക്ക് മീ എ ലോങ് ടൈം ടു ഈവൻ അണ്ടർസ്റ്റാൻഡ്. ബേസിക് എന്നെ മനസ്സിലാകാൻ കുറച്ചധികം ടൈം എടുത്തു. നമ്മൾ റിഹേഴ്സൽ ചെയ്തെങ്കിൽ പോലും നമ്മൾ കുഞ്ഞൊരു സ്പേസിൽ ഐഫോണിലൊക്കെയാണ് നമ്മൾ ചെയ്തത്, അത്രയും ഇങ്ങനത്തെ ഒരു സ്പേസിലൊക്കെയാണ് ചെയ്തത്. പക്ഷെ നമ്മളൊരു ഫോറസ്റ്റിലെത്തുന്നു, അല്ലെങ്കിൽ അത് കുറേ ഡിസ്ട്രാക്ഷൻസ് കുറേ പേര് ഒരുപാട് വരുന്നുണ്ട്. കാറ്റ് വരുന്നു, മഴ വരുന്നു, ചേച്ചി വരുന്നു, എല്ലാവരും വരുന്നു, ചേച്ചി. അപ്പൊ ഞാനിങ്ങനെ കാറ്റ് വരുന്നു, മഴ വരുന്നു, ചേച്ചി, തെന്നലായി മഴയായി ഇടിവെട്ടായി. എനിക്ക് മറ്റേ ഇങ്ങനെ ഫുൾ നെർവസ്നെസ് എല്ലാം കൂടി ആയിട്ട് ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ഐ തിങ്ക് 7-8 days എങ്കിലും എടുത്തു മിനിമം. ഐ എം സേയിങ് മിനിമം 8 days എങ്കിലും എടുത്തു എനിക്ക് പ്രോപ്പർലി അത് മനസ്സിലാവാൻ. ബീയിങ് എൻ എഡിറ്റർ ആൻഡ് ഡിറക്ടിങ്, അപ്പോൾ എഡിറ്റർക്ക് കൃത്യമായിട്ട് അറിയാം എവിടെ ഇത് കട്ട് ചെയ്യണം, എവിടെ ഇമോഷൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പൾസ് ഉണ്ടാവും ഓഡിയൻസിൻ്റെ. അവരോട് ഡിറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജോണറിൽ സിനിമ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നോ ഈ ഒരു കട്ട് പോയിന്റും അതല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയും? നല്ല ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവൻ എന്നത് ക്യാരക്ടർ എങ്ങോട്ടാ മൂവ് ചെയ്യണത് എന്ന് പോലും എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത് ആക്ടേഴ്സ് തന്നെ പല സമയത്തും ക്യാമറ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് തന്നെ എന്താണെന്നറിയോ ചേച്ചി, ഇത് 2 വ്ളോഗേഴ്സിന്റെ കണ്ടു കിട്ടുന്ന ക്യാമറയിൽ കാണുന്ന വിഷ്വൽസ് ആണ് ഈ സിനിമ. അതിലപ്പുറത്തേക്ക് വേറെ അങ്ങനെ ഒരു സിനിമാറ്റിക് ഫ്രെയിം വെച്ചിട്ടോ അങ്ങനെയുള്ള ഒരു
സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിൽ ഒരു വൈഡ്, പിന്നെ അവിടെ extended ഒരു reel format മിഡ് ഷോട്ടിലേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ ഒരു എക്സ്ട്രീം സൂം കട്ട് ചെയ്യുന്നു, അങ്ങനെ പല ഒരു ഗ്രാമർ പോലെ, അതായത് സീനിന് ആവശ്യമുള്ള രീതിയിൽ ഇമ്പാക്റ്റ് ഉള്ള സ്ഥലത്ത് സൂം ചെയ്യാനും ഇല്ലാത്ത സമയത്ത് വൈഡ് കൊടുക്കാനും, എന്തിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്ക് സാധാരണ ഫിലിം മേക്കിങ്ങിലുണ്ട്. പക്ഷെ ഇതില് ആ ക്യാമറയിൽ എന്ത് പതിയുന്നോ അതാണ് സീൻ. പ്രത്യേകിച്ച് ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഇല്ല, വേറെ ഫോർമാറ്റ് സിനിമയിൽ നമുക്ക് അവരെ നല്ല നല്ല ക്ലോസ് ഒക്കെ വെക്കാം, അവരുടെ കണ്ണ് അങ്ങനെ കാണിച്ച് നമുക്ക് കൊണ്ടുവരാം. പക്ഷെ ഇതിൽ നമുക്ക് ചിലപ്പോൾ ഒരു വൈഡ് ആ സീൻ തുടങ്ങുമ്പോൾ അവർ ഏത് ഫ്രെയിമാണ് ഒരു വൈഡാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ മൊത്തം നടക്കണം ആ സീൻ. സിംഗിൾ ടേക്ക് ആണല്ലോ. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ കഥ അതിൻ്റെ ഇമോഷനൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞു. ഇതന്നെ ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ വരുമ്പോൾ ആദ്യം തന്നെ ഒരു എന്താ പറയുക, നമുക്കൊരു സെൽഫ് പെർസ്പെക്റ്റീവ് ഉണ്ടാവും നമ്മളെ കാണിച്ചു തരുന്നത്. അതുമാതിരി ഒരു ഫുട്ടേജ്, ഈ കാണുന്ന ഫുട്ടേജ് നിങ്ങളെ കാണിച്ചു തരുന്നു. പിന്നെ നമുക്കൊരു ഡോക്യുമെൻ്ററി മോഡ് ഉണ്ടാവും. പിന്നെ അത് ഇനാക്ട് നമ്മൾ മോക്യുമെൻ്ററി എന്ന് പറയുന്ന ഭാഷയിലേക്ക്, അങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട് ഈ സിനിമയിൽ ഞാൻ കേട്ടത്. അപ്പോൾ താങ്കൾക്കിത് നമ്മളൊരു പുതിയ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്നു. താങ്കളുടെ ആദ്യത്തെ പടം ഈ കാറ്റും മഴയും ചേച്ചിയും എല്ലാവരും അതൊരു യൂസേജ് ആയി. കാറ്റും മഴയും ചേച്ചിയും ഇതെല്ലാം കൂടി കൊണ്ടുവരുമ്പോൾ to bring in that rawness of footage. ഈ പറഞ്ഞ ഡോക്യുമെന്ററി സ്വഭാവമൊക്കെ ഉണ്ടാവാമായിരുന്നു, പക്ഷെ നമ്മൾ അതെല്ലാം ബ്രേക്ക് ചെയ്തു. അതായത് ശരിക്കും ആളുകൾക്ക് സിനിമ അനുഭവം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സിനിമാറ്റിക് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല, എഴുതിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇത്രയും വലിയ ചോദ്യത്തിന് ചെറിയ ഉത്തരമായിരുന്നു. എഡിറ്റർ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം കൂടി ചോദിച്ചിട്ട് മഞ്ജുവിളിക്കും ശബ്ദത്തിലേക്ക് പോട്ടെ. ഏറ്റവും അധികം ഈ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ നമുക്കറിയാം റോനെസ് ഓഫ് ദ ഫുട്ടേജ് അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സൂം ചെയ്യാൻ പറ്റില്ല, കണ്ണിൽ ഇമോഷൻ വെക്കാൻ പറ്റുന്നില്ല, പാട്ട് വെക്കാൻ പറ്റില്ല, ഒന്നുമില്ല, BGM ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. ഇല്ലല്ലോ. പിന്നെ താങ്കൾ ഇതെല്ലാം ഇരുന്ന് വർക്ക് ചെയ്ത് ആഷിക് കപൂർ സ്കൂളിൽ നിന്ന് താങ്കൾ ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഫുട്ടേജിലേക്ക് കാലുകുത്തുന്നത്? അതൊരു ട്രിക്കാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് പാട്ട് സിനിമയിൽ സോങ്സ് ഇല്ലെങ്കിലും ഇവര് കേൾക്കുന്ന സോങ്ങുകളുണ്ട്. അപ്പം ഇപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുകയാണ്, അപ്പൊ അവിടെ ഒരു റേഡിയോ ഓൺ ആയിട്ട് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ആയിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും സിനിമയിൽ. ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലെങ്കിലും നമ്മൾ ആ ആംബിയൻ സൗണ്ടിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതൊരു മുഷിപ്പിക്കാത്തൊരു അനുഭവം ആളുകളിലേക്ക് എത്തിക്കാൻ അങ്ങനെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയിൽ. ട്രെയിലർ കണ്ടത് ചേച്ചി ഓർക്കുന്നുണ്ടെങ്കിൽ അതില് ഇങ്ങനെ ഒരു ഇപ്പൊ അതിലാണെങ്കിലും ആ പാട്ടിന്റെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഇല്ല, പക്ഷെ മ്യൂസിക് ഉള്ള പോലെ ഫീൽ ചെയ്യും അങ്ങനെ. പക്ഷെ അതെല്ലാം ആംബിയൻ സൗണ്ടുള്ള ശരിക്കും പറഞ്ഞാൽ. മഞ്ജുവിന് ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടുള്ള ഈ അനുഭവങ്ങളൊക്കെ തന്നെ ഈ സെറ്റിൽ എങ്ങനെയായിരുന്നു? ബിക്കോസ് ഫുട്ടേജ് ഉണ്ട്, താങ്കൾക്ക് ഈ അഭിനയിക്കണം, ഈ എല്ലാം പുതിയ കാര്യങ്ങൾ, എപ്പോഴും ലേണിങ്ങിൽ മുന്നോട്ടാണ് താങ്കൾ. എപ്പോഴും എന്തെങ്കിലും പഠിക്കും താങ്കൾ ഓരോ സിനിമയിലും, എനിക്കറിയാം. അപ്പോൾ ഇതിലെന്തായിരുന്നു? ഓരോ ദിവസവും ഓരോ സീനും പുതിയ ഒരു, അതായത് ഒരു അത്രയും നെർവസ് ആയിട്ട് തന്നെ അത്രയും ഒരു ലേണിംഗ്, നമ്മളെന്തോ പുതിയത് വലിയ ചാലഞ്ചായിട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ ഷെബു പറഞ്ഞതുപോലെ ഓരോ സീനും ഒറ്റ ഷോട്ടാണ്. അതായത് തുടങ്ങി കഴിഞ്ഞാൽ ആ ഷോട്ട് തീരുന്നത് ആ സീൻ അവസാനിക്കുമ്പോഴാണ്. അപ്പോൾ ചില സീനുകൾ 6 മിനിറ്റും 7 മിനിറ്റും വരെ ഉള്ളത്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ 7 മിനിറ്റ് വരെ സിംഗിൾ ഒറ്റ ലെങ്ത്തിലുള്ള ഷോട്ടാണ്. അതിൽ ഈ ആർട്ടിസ്റ്റുകളുടെയും നമ്മുടെ ക്രൂവിൻ്റെയും എല്ലാവരുടെയും ഒരേപോലെ കൊറിയോഗ്രാഫിയും എഫേർട്ടും എല്ലാം വേണ്ടിയിരുന്ന. അപ്പോൾ കുറച്ചെങ്കിലും ഇതുവരെ പഠിച്ചത് എന്തെങ്കിലും അൺലേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല ചേച്ചി, ഇത് വേറെ തന്നെ ഒരു പുതിയ നോട്ട്ബുക്ക് എടുത്ത് എഴുതുന്ന പോലെയായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു വുമൺ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, 2 സ്ത്രീകളുടെയും ഒരു പുരുഷൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഡിബേറ്റ് ബിറ്റ്വീൻ ദ ക്രിയേറ്റർ ആൻഡ് യു? അങ്ങനെ എന്തെങ്കിലും കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു ടു മേക്ക് ഷുവർ ദാറ്റ്? ഉറപ്പായിട്ടും. അപ്പം എനിക്ക് സൈജുവിൽ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മളുടെ ഒരു സൈഡ് ഓഫ് സ്റ്റോറി പറയുമ്പോൾ അതിനെ മനസ്സിലാക്കാനും കൂടി പറ്റുമായിരുന്നു. അപ്പോൾ സൈജുവിൻ്റെ ഒരു വിഷൻ പറയുമ്പോൾ നമ്മളിപ്പുറത്ത് നമ്മളുടെ ഒരു സൈഡ് ഓഫ് സ്റ്റോറി പറയില്ലേ, ഇങ്ങനെയും ഉണ്ട് പരിപാടി, ഇങ്ങനെയും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക മനസ്സിലാക്കിയും അതിന് സിനിമയിലും സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കൂടെ തന്നെ നമ്മളോട് സഹകരിക്കുമായിരുന്നു. എഡിറ്റ് താങ്കൾ തന്നെ ചെയ്തേ? ഇതിലധികം എഡിറ്റ് ഇല്ല. That's one good thing about it. അതെ, ഇടിയും മിന്നലൊക്കെ കഴിഞ്ഞ ശേഷം സിനിമയിൽ വളരെയധികം അങ്ങോട്ട് ശരിയായല്ലോ. പിന്നെ എങ്ങനെയായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ നോ ദാറ്റ് യു ഹാവ് ടു പാസ് ത്രൂ സർട്ടൻ എക്സ്പ്ലിസിറ്റ് സീൻസ് ചെയ്യണമായിരുന്നു. അത് സിനിമയുടെയും ഈ റൈറ്റ് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഈ ഒരു
ഇതുവരെ ചെയ്തതേക്കാളൊക്കെ വ്യത്യാസമായിട്ടുള്ള ഈ പഠിപ്പും. അപ്പോൾ എന്തായിരുന്നു ഈ സ്കൂൾ ഓഫ് ആൾക്കാരോടെ പഠിച്ചിട്ടുള്ള ഡിഗ്രി? അത് എനിക്ക് തോന്നുന്നു ഞാൻ പറയാം ഇത് ആലോചിക്കുമ്പോൾ സമയം എനിക്ക് ആക്ച്വലി ആ സമയത്ത് കിട്ടിയിട്ടില്ല. ഫുൾ കോൺസ്റ്റന്റ് ചേച്ചി പറഞ്ഞാൽ എവറി ഡേ വാസ് എന്തെങ്കിലും പുതിയത്. ഞാൻ തെറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അതിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. സോ ഇറ്റ് വാസ് എ വെരി ബിഗ് ഡിഫറെൻറ്റ് കർവ് ഫോർ മീ. ഈ മൂവി വേറെ തന്നെ പെർസ്പെക്റ്റീവിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു മൂവിയിലൂടെ. ഡോൺസ് എന്തായിരുന്നു മനസ്സിലാക്കിയത്? ലൈക്ക് തലേ ദിവസം ഇനി മേലെ അങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാൻ നോ ഐ വാസ് സ്റ്റിൽ ഇപ്പം ഇനി വന്നാൽ ഇനിയും ചെയ്യും. ബട്ട് ഐ തിങ്ക് ഇപ്പം നമുക്ക് ഫുൾ സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡയലോഗ്സും കുറെ ഉണ്ടായിരുന്നു. ലെങ്തി ഡയലോഗ് കുറച്ചുകൂടെ മേ ബി ഐ കുഡ് ഹാവ് പ്രിപ്പയർഡ്. സിംഗ് സൗണ്ട് ആയിരുന്നോ? അല്ല, സൗണ്ട് അല്ല. പക്ഷെ ഇവർക്ക് എല്ലാം ഈ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകണം. എവിടെയും ഒരു ബ്രേക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പം ഐ തിങ്ക് ഐ എം ജസ്റ്റ് സേയിങ് അതൊരു ലേണിംഗ്. മേ ബി ഇനി നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഐ കുഡ് ഹാവ് ഡൺ ഇനിയും ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാം, ഇനിയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, കുറച്ചൊരു ക്യാരക്ടർ ഡെപ്തിലേക്ക് ഇനിയും പോകാം, അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ്. ഇദ്ദേഹത്തിന്റെ കൂടുതൽ സ്ക്രീൻ സ്പേസിൽ വാട്ട് വാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ആകെ കൂടി ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ആ സ്ക്രീൻ സ്പേസ് എനിക്കറിയാം. അതുവരെയ്ക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കും. ചേച്ചി ചെയ്യാമെന്നല്ലേ തന്നെ നല്ല വന്നേ. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്നും പറയാൻ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, 2-3 സെന്റൻസ്. അത് കാണാതെ പഠിക്കാൻ ഹോൾ ഡേ ഇരിക്കുക ഞാൻ. ഇദ്ദേഹത്തിന് വന്ന് ഇത്ര ഒന്ന് ഡയലോഗ് അതായത് സീൻ കഴിഞ്ഞു, സീൻ എനിക്ക് തിരിച്ചു പോവാം. ദാറ്റ് ഈസ് മഞ്ജു വാര്യർ. ഒരു സാധനം പഠിക്കില്ല, പക്ഷെ ഒക്കെ ഇവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് വൺ ഓഫ് ലൈക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കും. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹർ. ഐ തിങ്ക് ബൈ നൗ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സോ ഒബ്വിയസ്ലി മഞ്ജു ചേച്ചിയോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഫോർ മീ. ഒരു ഗ്രേറ്റ്ഫുൾനെസ് എന്തായാലും എപ്പോഴും എനിക്കുണ്ട്. ദെൻ നമ്മുടെ റിഹേഴ്സൽ ടൈമിൽ ചേച്ചി സൂപ്പർ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെറുത് ഓക്കെ നമ്മൾ കുഴപ്പമില്ല ചേച്ചി കുറഞ്ഞടിച്ച് ചെയ്യുന്നു. ഷീ നെവർ ടു ബ്രേക്ക് സംഭവം എടുത്തിട്ടില്ല. നമ്മളാണ് ഫുൾ ബ്രേക്ക് എടുത്ത്. ഞാൻ മറ്റേ കരിക്ക് കഴിക്കുന്നു, എനിക്ക് മാമ്പഴം വേണം, എനിക്ക് തളർച്ചയാണ്, അങ്ങനല്ല മഞ്ജു ചേച്ചിക്ക് വേണം നമ്മൾ പോയി പറയും. മഞ്ജു ചേച്ചിയുടെ പേരിൽ നമ്മൾ കുറെ കഴിച്ചിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഏകദേശം 1 മാസത്തോളം ഒരു വർക്ക്ഷോപ്പ് പോലെ എല്ലാവരും കൂടി ആക്ടിങ്ങും മറ്റേ മൊത്തം ഒരു ഫിസിക്കൽ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും ആക്ടേഴ്സും ഷെബും സൈജും ക്യാമറമാൻ എല്ലാവരും അത് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ആ വർക്ക്ഷോപ്പിൽ നടന്ന കാര്യമാണ് ഫിസിക്കൽ ട്രെയിനിങ്ങും എല്ലാം കഴിയുമ്പോൾ എന്നും കുറേ തരം ഫ്രൂട്ട്സും കരിക്ക് ജ്യൂസൊക്കെ വരുന്നുണ്ട്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇതൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ്. താഴെ മഞ്ജു ചേച്ചിയുടെ ഫാൻസ് ഉണ്ട്, ഫ്രൂട്ട് ഷോപ്പിലുള്ള ചേച്ചിമാര്. അപ്പൊ ഞാൻ ചേച്ചിക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് വേണമെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കണേ. ചേച്ചിക്ക് കരിക്ക് ഇഷ്ടമാണ്, അപ്പൊ ഒരു കുപ്പിയിലൊക്കെ തരും. ചില സമയത്ത് ചില ചാലഞ്ചുകൾ വന്ന് നിൽക്കും. അതായത് വിചാരിച്ച മാതിരി കാര്യം നടക്കില്ല, അല്ലെങ്കിൽ ഈ വിചാരിച്ച ഫുട്ടേജ് ശരിയായില്ല. ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് തന്നെ താങ്കൾ നവാഗതനായതുകൊണ്ട് എന്ത് സിനിമ ഡയറക്ഷനിൽ എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? അങ്ങനെയുള്ള ഡേയ്സ് അങ്ങനെ കുറവായിരുന്നു. കാര്യം നമ്മൾ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഷോട്ട് എന്ന് പറഞ്ഞാൽ സീൻ എന്ന് പറഞ്ഞാലും സെയിം ആണ് ഈ സിനിമയില്. എനിക്ക് തോന്നുന്നു ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ആ കൂടി ഒരു ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത്ര ദിവസങ്ങൾ തീർക്കണം എന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് പക്ഷെ എല്ലാവരും ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടും പിന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച അത് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എനിക്ക് ആ സ്ട്രെസ് അങ്ങനെ വന്നിട്ടില്ല. ഇത് കിട്ടാണ്ട് ഇനിയും ഷെഡ്യൂൾ ആവുകയോ അതിലേക്ക് പോയിട്ടില്ല. മഞ്ജു ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിത്ത് ദിസ് ഈ പേഴ്സൺ സിനിമയിൽ തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് സിനിമയുടെ ഭാഗമായിരുന്ന ഒരാളായതുകൊണ്ടും ഹൗ വാസ് യുവർ അപ്രോച്ച് വെൻ യു ഇറ്റ് വാസ് ഒരു പുതിയ സെറ്റ്? പിന്നെ അതിൽ എന്തൊക്കെയായിരുന്നു വിത്ത് ഹിം? ഇതിൽ മൊത്തം ഒരു ഐഡിയ തന്നെ പുതിയ തരത്തിലുള്ളതായിരുന്നല്ലോ. അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ് പോയത്. അതെ തീർച്ചയായും. അപ്പം ഞാൻ പക്ഷെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. സൈജുവിൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒരു സെൻസിൽ നമുക്ക് തോന്നുന്ന ഇപ്പോൾ സംസാരിക്കുന്ന കേൾക്കുമ്പോഴും ഈ സിനിമയുടെ ഐഡിയയെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏത് സിനിമയാണെങ്കിലും ഞാൻ ഡയറക്ടറെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സൈജു എങ്ങനെയാണ് നറേറ്റ് ചെയ്തത്? ഞങ്ങളോടത് ചോദിക്കരുത്. ഇത് നമ്മൾ എഴുതി വെച്ച് എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ. ഈവൻ ക്യാമറ എവിടെ വെക്കുന്നത്, ആരാ വെക്കുന്നത്, എങ്ങോടെ തിരിയണെന്ന് ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നരേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചേച്ചിയുടെ മുന്നിൽ ചേച്ചിക്ക് ഒരു അക്ഷരം മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് നീ പറ, ഇല്ല ഞാൻ പറയുന്നത് നീ പറ, അതായിരുന്നു. കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുകൊണ്ട് വർക്ക് ആവുന്നില്ല. അപ്പൊ ഞങ്ങള് ഒരു കഫേ പോലത്തെ ഒരു സ്ഥലം അല്ലേ ഏരൂര്,
എരൂരല്ലേ അത്? അത് ഇത് പറഞ്ഞ് മനസ്സിലാകാൻ കുറച്ച് പാടാ. കാര്യം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്കും അപ്പൊ കേൾക്കുന്ന ആൾക്ക് അതെങ്ങനെ അപ്പൊ ആരെങ്കിലും ഇരിക്കുന്നത് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പിന്നെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. ടെക്നിക്കൽ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും കഥയൊന്നും പോയിണ്ടോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഭയങ്കര പാടാ. ഇത് നറേറ്റ് ചെയ്യാൻ പറ്റില്ല ചേച്ചി, അത് ഒരു ഐഡിയ പറഞ്ഞേ ഉള്ളൂ. പിന്നെ അത് ഇവരിത്തിരി കൂട്ടി പറയണത്. പക്ഷെ ഇത് 2 സെന്റൻസ് കഴിയുമ്പോ ഇത് ഇങ്ങനെയല്ല, പക്ഷെ വായിക്കുമ്പോ മനസ്സിലാവും. പിന്നെ 2 സെന്റൻസ് പക്ഷെ ഇത് ഇങ്ങനെയല്ല അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ഇതിങ്ങനെയല്ല വായിക്കുമ്പോ മനസ്സിലാവും. അങ്ങനെയല്ലേ എന്ന് ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് കൊടുത്തേ എന്താ ചെക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടില്ല ഇങ്ങനത്തെ ഒരു നരേഷൻ കേട്ടിട്ടുണ്ടാവുക. ഇങ്ങനെയല്ല അങ്ങനെയാണ്. സമ്മതിച്ചു ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്നിട്ട് ഞങ്ങൾ നീ ചതിക്കായിരുന്നല്ലേ, നീ ഏറ്റെടുത്തിട്ട് നീ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ആദ്യമായിട്ടാ പറയണത്. അതെ, ആദ്യത്തെ ചോയ്സ് മഞ്ജു വാര്യർ തന്നെയായിരുന്നു. ഇത് എഴുതി എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന വേറെ രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ ഷെബുക്ക് വന്നിട്ട് അത് എന്റെ റൈറ്റിംഗ് തുടങ്ങി റൈറ്റിംഗ് തീർന്ന കഴിയുമ്പോഴത്തേക്കും ചേച്ചിക്കുള്ള പടമായി. ആൻഡ് വെൻ യു ഹാവ് ടു റൈറ്റ് എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു കാണാ കഥകൾ അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ചില കഥകൾ കാണിക്കാനായിട്ടുള്ള ഒരു സംരംഭമാണല്ലോ ഇത് ഫൗണ്ട് ഫുട്ടേജ് എന്നുള്ളത്. ഡയറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പുതിയ അറിവ് എന്തായിരുന്നു എൻറ്റയർ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ? അത് റിനീഷ് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ അസോസിയേറ്റ്. ഞാൻ ഓരോ സീനിലും ഇപ്പൊ പറഞ്ഞ പോലെ സിംഗിൾ ടേക്കാണ്. അങ്ങോട്ടും കരിയില പറക്കണം, കാറ്റ് വീശണം, പിന്നെ കാട്ടിൽ ഷൂട്ട് ചെയ്യണം. കാട്ട് നമുക്ക് കിട്ടിയ കാട്ടിലൊക്കെ ആണെങ്കിലും മുഴുവൻ അട്ടയും പാമ്പും. അപ്പൊ ഇങ്ങനെ രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നത് എടോ നാളെ മറ്റേ ഇതെല്ലാം ഇങ്ങനെ ഇതന്നല്ലേ പരിപാടി. എടോ ഇങ്ങനത്തെ ഞാൻ എഴുതരുത്, മേലെ എഴുതരുത് ഇങ്ങോട്ട് കാട് മറ്റേ മഴ കാടമ്പഴ. അതെ, അങ്ങനെ പറയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലോ, എനിക്ക് ഫൂട്ടേജ് എടുക്കുന്നത് ഒരു ട്രിപ്പായി മാറി. എനിക്ക് ഫൗണ്ട് ഫൂട്ടേജ് മൂവി നമ്മൾ ചെയ്ത എനിക്ക് എവിടെ പോയാലും ഫൂട്ടേജുകൾ എടുക്കണം. അതെ, മനസ്സിലായോ? ജീവിതത്തിൽ ഫുട്ടേജ് കാണുമ്പോൾ വിശ്വസിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ശരിക്കും ഫുട്ടേജ് നമ്മളിപ്പോ ഒരു CCTV-യിൽ നടക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ഇങ്ങനെ ക്യൂരിയസോടെ നോക്കിയിരിക്കില്ലേ. കേരളം ഒരു CCTV സംസ്ഥാനമായി മാറിയിട്ടുണ്ടല്ലേ. ഞാൻ പല ന്യൂസ് ചാനലിലും ഞാൻ ആദ്യം ഇത് കാണാൻ ഇഷ്ടമില്ലെങ്കിലും ആദ്യം വരുന്നത് ഒരു വണ്ടി ഇടിച്ച് ഒരാൾ തെറിച്ച് വീഴുന്നു, അല്ലെങ്കിൽ ഒരു കള്ളം വന്ന് എത്തിച്ചു നോക്കുന്നു, പട്ടി കടിക്കാൻ വരുന്ന കുട്ടികളെ. അപ്പൊ ഇത് മുഴുവൻ നമ്മളൊരു അപ്പൊ ഞാൻ എടുത്തത് ഇന്ത്യൻ എക്സ്പ്രസിൽ അത് വായിച്ചു. ഇന്ത്യ തന്നെ ഒരു CCTV സംസ്ഥാനമാണ്. ലോകം പുറത്താണെങ്കിലും എല്ലാം ക്യാമറ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. കാരണം നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുള്ളതാണ് ചില സമയത്ത്. അപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടി പോലും ആദ്യം ജനിച്ച മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ ആദ്യം കാണുന്നത് ക്യാമറയാണ്, മനുഷ്യരെ പോലും അല്ല. അതിലേക്കായല്ലോ, അത്രയും മനുഷ്യരായ തരത്തിലേക്ക് എത്തി കാലഘട്ടവും അല്ലെങ്കിൽ സാങ്കേതികതയും ഒക്കെ. ഈ സിനിമയിൽ മറ്റുള്ള ഈ സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഐ മീൻ ദ ട്രീറ്റ്മെന്റ് എപ്പോഴെങ്കിലും വേറെ ഇതുമാതിരി ആവണം എന്നല്ലെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും? ഇത് ഫൗണ്ട് ഫുട്ടേജ് ഇൻസ്പയർഡ് ആണ്. മറ്റേ ബ്ലെയർ വിച്ച് പ്രോജക്റ്റും ക്ലൗഫീൽഡ് എന്നൊക്കെ പറഞ്ഞ സിനിമ, പിന്നെ ദ ഡെൻ, അങ്ങനെ കുറെ സിനിമകളുണ്ട്, ഭയങ്കര രസമുള്ള സിനിമകൾ. അതിൽ നിന്നാണ് ഇങ്ങനത്തെ സിനിമ ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ഈ ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നത് ഫൗണ്ട് ഫുട്ടേജ് തന്നെ കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ട്, മീൻസ് കുറച്ചുകൂടി അങ്ങനെ കുറച്ചുകൂടി കളറും എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ സാധ്യതയുള്ളമായ രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ടെക്നിക്കലി തന്നെ ഇതിൻ്റെ ഫുട്ടേജിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് കുറച്ച് റെസൊല്യൂഷൻ കുറവായിരിക്കും. ആൻഡ് ദെൻ യു നീഡ് ടു ഷോ എ മൂവി വിച്ച് ഇസ് ബേസിക്കലി നമ്മുടെ കണ്ണിന് പാകപ്പെടുത്തിയ കാഴ്ചകൾ, അല്ല ആ ഒരു ക്ലാരിറ്റി ഒക്കെ ഇതെങ്ങനെ കൊണ്ടുവന്നിരുന്നത്? ഇപ്പോൾ ഇവൻ വെൻ യു ഹാവ് ടു ആക്ട് യു നോ ദാറ്റ് ഈ ഫുട്ടേജിൽ ഇത് കുറച്ച് ലൈറ്റ് കുറവായിരിക്കും, ഈ ഫുട്ടേജിൽ ചില സമയത്ത് ഐ മീൻ സ്ക്രീൻ ലൈഫിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ മാച്ചിങ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞ അതാണ് ബ്രേക്ക് ചെയ്തത് ശരിക്കും. ഇവര് ഈ അതിൽ ക്യാരക്ടേഴ്സ് ഓൾറെഡി നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ശരിക്കും. അവര് ഭയങ്കര പ്രൊഫഷണലി അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവര് നന്നായി ഷൂട്ട് ചെയ്യണല്ലോ, അവര് നന്നായി എടുക്കുള്ളൂ. അപ്പൊ ഞാൻ നമ്മൾ അവരെ കൊണ്ട് അങ്ങനെ എടുപ്പിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതെന്തായാലും നല്ല CCTV ഫുട്ടേജ് അല്ല, പുതിയ ക്യാമറകളിലൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല ലൈറ്റ് നോക്കി നല്ല സമയത്തൊക്കെ ഷൂട്ട് ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് ഇരിക്കുന്നത്. മഞ്ജുവിനെ ഇതൊരു പുതിയ ലോകമായിരുന്നു. പക്ഷെ എന്നാലും താങ്കൾ വന്ന കാലത്ത് ഇങ്ങനത്തെ കുറെ പുതിയ ലോകങ്ങൾ കൂടെയാണ് വന്നത് അല്ലേ? പുതിയ ഡയറക്ടേഴ്സും പുതിയ അതും
അപ്പോൾ ഇപ്പോൾ അറ്റ് ദിസ് പോയിന്റ് വെൻ യു റീച്ച് അറ്റ് ദിസ് പോയിന്റ് ഓഫ് സ്റ്റേജ് ഇങ്ങനത്തെ കഥകളിൽ കൂടെ കേൾക്കുമ്പോൾ യുനോ ഹൗ ഡു യു ഫീൽ യുവർ സെൽഫ്? ഈ ആക്ടർ എന്ന മഞ്ജുവിൽ ഇതിൽ ഉള്ളൊരു പ്രചോദനമോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഉയർച്ച എന്താ? എനിക്ക് ഇതിൽ ഈ സിനിമയിൽ എനിക്ക് എന്താ പറയുക, ഇപ്പോഴ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് തന്നെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള പല സിനിമകളും വലിയ വിജയങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഓഡിയൻസിൻ്റെ ഒരു റിസെപ്റ്റീവ്നെസ്സും അവരുടെ ഒരു എക്സ്പോഷറും ഒക്കെ ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള വലിയൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എനിക്കും ഇതൊരു പുതിയ, ഇപ്പോൾ എന്താ പറയുക, പുതിയ വളരെ ഇന്നോവേറ്റീവായിട്ട് പുതിയതായിട്ട് ചിന്തിച്ച് സിനിമ ചെയ്യുന്ന സൈജുവിനെ പോലെ ഷെബുവിനെ പോലെയൊക്കെ ഉള്ള നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു 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 ഫ്രഷ്നെസ് അറിഞ്ഞോ അറിയാതെ എവിടെയോ എൻ്റെ ഉള്ളിലും കയറിയിട്ടുണ്ട്. So when you say this movie adults only എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് റേസ് ഡൈവേഴ്സാകും, ചില ആൾക്കാർക്ക് സന്തോഷമായിരിക്കാം. അപ്പോൾ ഈ ഓഡിയൻസിന്റെ മിക്സ് എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? അങ്ങനെ ഒരു ഭയങ്കര ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ചിലപ്പോ ഒരു ഷോട്ടൊക്കെ ഉണ്ടാവുള്ളൂ, അവർക്ക് ആക്സിഡന്റലി അവർക്ക് കിട്ടുന്ന ഒരു ന്യൂഡിറ്റിയോ അങ്ങനെയൊക്കെ ഉള്ളു, അല്ലെങ്കിൽ ഒരു ഉമ്മ വെക്കുന്ന സീക്വൻസോ. പണ്ടൊക്കെ നമുക്ക് നാണക്കേട്, അച്ഛനും അമ്മയും വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി ഓടുക. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ അടുത്തേക്ക് തന്നെ കാണുന്നത്. ചിലപ്പോൾ അവൻ പറയും യു കാൻ ഹാൻഡിൽ അമ്മ, ക്ലോസ് യുവർ ഐസ്. പക്ഷെ എന്നാലും ഉണ്ട് ഈ പറയുന്ന പോലെ അത് കുഴപ്പമായിട്ട് കാണുന്ന ഇഷ്ടംപോലെ ചേച്ചി. കാരണം എല്ലാം പല ലേയേഴ്സ് അടങ്ങുന്ന ഒരു സൊസൈറ്റി ആണല്ലോ. അപ്പൊ ഇത് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും സിനിമ നന്നായി ഓടണമെന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. എന്നിരുന്നാലും മഞ്ജു പ്രത്യേകം പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കുട്ടികളും കൂടി സിനിമയ്ക്ക് വരണ്ടെന്നൊരു എവിടെയോ ഞാൻ വായിച്ചു കേട്ടു. വാട്ട് ഈസ് എ മെസ്സേജ് ഫോർ ദ ഓഡിയൻസ്? യുനോ ഇതൊരു എക്സ്പീരിയൻസ് ഇസ് നമ്പർ 1. പിന്നെ മെസ്സേജ് ഫോർ ദി ഓഡിയൻസ് ഇത് 18+ ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉള്ളിൽ വെച്ചുകൊണ്ട്, കാരണം അത് പറയേണ്ടത് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ആസ് പ്രത്യേകിച്ച് എൻ്റെ സിനിമകൾ എപ്പോഴും കാണാൻ വന്നിട്ടുള്ളത് കുടുംബം ഒന്നടങ്കമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് 18+ ആണ് സിനിമ. സോ അത് അറിഞ്ഞതുകൊണ്ട് വരിക. പ്ലീസ് വാച്ച് ദ ഫിലിം റെസ്പോൺസിബിളി. വെരി നൈസ്. ഒരു സത്യം ചോദിച്ചോട്ടെ, ഈ 3-4 സ്ത്രീകളെയൊക്കെ സെറ്റിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അല്ലേ, മുടിയൊക്കെ വളർന്നു പാവം. അവരെ ഹാൻഡിൽ ചെയ്യാൻ ഒരു സമയം കിട്ടിയിട്ടില്ല. അതെ, ഞാനിത് എവിടെ കട്ട് ചെയ്യണമെന്ന് കാത്തോണ്ടിരിക്കുക. ഒരാൾ ഫ്രൂട്ട് മേടിച്ചോണ്ടിരിക്കുക, ഒരാൾ കാറ്റ് കാത്തോണ്ടിരിക്കുക. ഇതിൽ നായകൻ കൂടി ഇല്ല, എന്നാലും നായകൻ നോക്കട്ടെ, നായകനും നായികയും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ വിശാഖ് അല്ലേ? വിശാഖ് ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. എനിക്ക് കിട്ടിയത് ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കോ ആക്ടേഴ്സ് എന്ന് പറയും. ചില സമയത്തൊക്കെ എനിക്ക് ഏതെങ്കിലും സീനിൽ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റും തോന്നില്ല, ചില ഹെവി സീൻസൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പോയി ആ സമയത്ത് ഷെബുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വിശാഖിൻ്റെ അടുത്ത്, അപ്പം ദേ വർ റിയലി സപ്പോർട്ടീവ്. ആ സമയത്ത് ഇരുന്ന് ഇല്ല യു ക്യാൻ ഡു ഇറ്റ്, ഇങ്ങനെ ദേ വിൽ ട്രൈ ടു ഹെൽപ്പ് മീ ഇൻ ലോട്ട്. എനിക്ക് മനസ്സിലാവുന്ന രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്ത് വളരെ ഈസി ആക്കിയിട്ടുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്തൊക്കെ. ഇറ്റ് വാസ് ഹി മെയ്ഡ് മീ ഓൾസോ ഫീൽ എക്സ്ട്രീംലി കംഫർട്ടബിൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. സോ ഐ തിങ്ക് ആ ഒരു കെമിസ്ട്രി കാണാനും ഉണ്ടാവും. നമ്മൾ കട്ടൻ ചായ കുടിച്ച് നാട്ടരുത് കട്ടൻ ചായയാണ്. മഞ്ജു വാര്യരോട് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ അതെന്തായിരിക്കും? ആർക്ക് വേണേ തുടങ്ങാം. കുറച്ച് പൈസ കടന്നു തരും. കുറച്ച് പൈസ കടന്നു തരുന്നത് അത് ചോദ്യമല്ല. ഉത്തരം ഇല്ല എന്ന് പറഞ്ഞാൽ ഉത്തരം മതിയോ? ഉത്തരമായി ഇല്ല, കാശില്ല, സ്നേഹം മാത്രം. കറക്റ്റ്. അതെ. ഗായത്രി വന്നപ്പോൾ തൊട്ട് ഐ ബിൻ ക്വസ്റ്റ്യൻസ് കേൾക്കുന്നുണ്ട്, പക്ഷെ ഐ ബിൻ ലുക്കിംഗ് അറ്റ് ഓൾ ദിസ് എവറി ടൈം. എല്ലാ ഇന്റർവ്യൂവിന് വരുമ്പോൾ ചേച്ചി ഡിഫറെന്റ് ഔട്ട്ഫിറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പഴയ ഫോട്ടോസോ വീഡിയോസോ എടുത്താൽ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ കാണും. താങ്കൾക്ക് ചോദ്യം ചോദിച്ചു, പൈസ തരില്ല പറഞ്ഞു. ഡയറക്ടർ, എഡിറ്റർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളില്ലേ, അന്നേരം അത് വേറെ ഇപ്പം നമ്മൾ കൂട്ടുകാരോട് ഇരിക്കുന്നു, വർക്ക് ചെയ്യുന്ന ആൾക്കാരോട്, അതല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം എന്താണ് ചിന്തിക്കുന്നത്? എനിക്ക് ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വെരി മച്ച്. ഞാൻ ശരിക്കും ഇങ്ങനെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നോക്കി കുറേ നേരം കഴിയുമ്പോഴായിരിക്കും ഞാൻ എന്നിട്ട് പലരും ചോദിക്കും എന്താ ആലോചിക്കാം. ഞാനിങ്ങനെ തിരിച്ചാലോചിച്ച് നോക്കും, ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് അറിഞ്ഞൂടാ അത് നല്ലതാണോ ചീത്തയാണോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കമൽഹാസൻ സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂർ എനിക്കൊരു ചെടിയോ ഒരു മരമോ നോക്കിയിരിക്കാൻ പറ്റുന്നു. എങ്കിൽ ഞാനത് അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ ഇന്റർവ്യൂ കണ്ടിട്ട് അതെനിക്ക് സംശയം. പക്ഷെ അതൊരു ഭാഗ്യമായിട്ട് ഒന്നും മൈൻഡ് ബ്ലാങ്ക് ആക്കി വെച്ച ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. മൈൻഡ് ബ്ലാങ്ക് ആക്കി വെക്കാൻ ഭയങ്കര മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഓക്കെ കണ്ണടച്ചൊരു 10 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റില്ല. പക്ഷെ വെറുതെ ഇങ്ങനെ
സോൺ ഔട്ട് ചെയ്യാം. സോൺ ഔട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഒരു 2-3 ദിവസം അവധി കിട്ടുമ്പോൾ ഒരു ദിവസമൊക്കെ എന്തൊക്കെ ചെയ്യുമായിരിക്കും ചേച്ചി? ഇപ്പം എൻ്റെ അടുത്ത് വെച്ച് ഞാൻ സിനിമകൾ കാണും, പാട്ട് കേൾക്കും, കുറേ പാട്ട് കേൾക്കും. ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കും, ചിന്തകളല്ല, വെറുതെ ഇരിക്കും. ചേച്ചി എന്ന് പറയാം അങ്ങനെയാണ് ഒരു ഡേയിൽ ചിന്തകളല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇതൊക്കെ തന്നെ. പക്ഷെ സിനിമ കാണണമെന്ന് വിചാരിക്കും ഞാൻ, പക്ഷെ TV ഓണാക്കില്ല, അങ്ങനെ ഇരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സ്ക്രോൾ ചെയ്ത് റീലൊക്കെ ചിലപ്പോ നോക്കിയാൽ അങ്ങനെ ഇരുന്ന് പോകും കുറച്ചു നേരം. ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഫുട്ടേജ് കണ്ട് ഹാപ്പി ആയ ഒരു വിഷമമായിട്ട് ഒരുപാട് ഫുട്ടേജ് നമ്മൾ കണ്ടു, വയനാടും ഒക്കെ. പക്ഷെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫുട്ടേജ് എന്തായിരുന്നു താങ്കളുടെ മനസ്സിൽ? ചിരി വന്നത് ഫുട്ടേജ് ആവണമെന്നല്ല, പക്ഷെ ഇതുപോലെ ഇങ്ങനെ പോയപ്പോൾ ഒരു കുട്ടിയുടെ റിയാക്ഷനാണ്. കുട്ടി ഇങ്ങനെ പറയും ഓ, അപ്പം അച്ഛനിങ്ങനെ ചോദിക്കുന്നത് വാട്ട് പീപ്പിൾ. അത് ഭയങ്കര രസമുള്ള ഇതായിരുന്നു. എനിക്ക് പറയുന്ന പോലെ കുട്ടികളുടെ ഫുട്ടേജ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവര് ഒന്നും ബോധർ ചെയ്തില്ലല്ലോ, ക്യാമറ ഉണ്ടെന്നോ ഇല്ല. അപ്പൊ അടുത്തൊരു കുട്ടി കരാട്ടനെ പറ്റിയിട്ട് പറയുന്നതുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം കരാട്ട ആ ബെൽറ്റ് വാങ്ങാൻ കുറെ പൈസ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഐ ലൈക്ക് ഈ പപ്പീസിന്റെയും പൂച്ചക്കുട്ടി ഇപ്പൊ വന്നപ്പോ തന്നെ ഐ ലവ് ദ. പക്ഷെ ഇപ്പം അവരെ നോക്കാനുള്ള എനർജി എനിക്ക് ഇല്ലാത്തതുണ്ട്. ബട്ട് ഐ ലവ് ദ. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പപ്പീസിനെ അവർ ഈ റിയാക്ട് ചെയ്യും. ഹസ്കീസ് ഒക്കെ ദേ ടോക്ക് ബാക്ക്. ഐ ലവ് യു സേ ഐ ലവ് യു പട്ടി തരാം. ഐ ലവ് യു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഐ ലൈക്ക് ടു വാച്ച് ഓൾ ദിസ്. ഈ കമ്മ്യൂണിക്കേഷൻ ട്രൈ ചെയ്യുന്നത്. And there's something I also find very interesting is parenting videos. I don't think I'll ever be a parent because എനിക്കത് പേഴ്സണൽ ചോയ്സ് എൻ്റെ അല്ല. പക്ഷേ I like to see it. Like എന്താണ്, what are the differences? ആ ജനറേഷൻ ഡിഫറൻസസ് എന്താണ്? I don't know why. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്കത് കാണാൻ. ഫുട്ടേജ് കഴിഞ്ഞാൽ അടുത്ത ഫുട്ടേജുകൾ മനസ്സിൽ വന്നു തുടങ്ങിയോ പ്രൊജക്റ്റുകളായിട്ട്? അടുത്തൊരു പരിപാടി ഇങ്ങനെ എഡിറ്റർ ആയതുകൊണ്ട് 9 സെക്കൻഡ് നിർത്തും. താങ്കൾ അടുത്ത എഴുത്തിന്റെ പണിപ്പുരയിലാണോ? ഒരു സീരീസ് ഇങ്ങനെ വെരി നൈസ്. കൺഫേം ആവാൻ വെയിറ്റ് ചെയ്തു. മഞ്ജുവിന് മഞ്ജു ഫെസ്റ്റിവൽ വരാൻ പോവാ. ഷൂട്ട് തീർന്ന 4-5 സിനിമകൾ ഒന്നിച്ച്. അതെ, എമ്പുരാൻ, മിസ്റ്റർ എക്സ്, വേട്ടയൻ, വിടുതലൈ. അപ്പൊ ഈ കട്ടൻ ചായയുടെ മധുരത്തിലും എന്താ പറയാ, മധുരത്തിന്റെ അഭാവത്തിലും കട്ടൻ ചായയുടെ അഭാവത്തിലും. അതെ. Cheers to footage. Cheers. Cheers ചേച്ചി.